തൃശൂർ മാളയിൽ 35 ദിവസം പ്രായമുള്ള കുഞ്ഞിന് മരുന്ന് മാറി നൽകിയ സംഭവത്തിൽ നിർണായക ശബ്ദരേഖ പുറത്ത്. താൻ അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നില്ലെന്ന് ഫാർമസിസ്റ്റ് കുഞ്ഞിന്റെ അമ്മയോട് പറയുന്ന ശബ്ദരേഖ മീഡിയ വൺ ലഭിച്ചു. അഷ്ടമിച്ചിറയിലെ നീതി മെഡിക്കൽ സ്റ്റോറാണ് കുഞ്ഞുങ്ങൾക്കുള്ള പ്രോബയോട്ടിക് മരുന്നിന് പകരം മുതിർന്നവർക്കുള്ള നെബുലൈസർ മരുന്ന് മാറി നൽകിയത്. അരുൺ അദ്രിക ദമ്പതികളുടെ കുഞ്ഞ് നിലവിൽ ഐസിയുവിലാണ്. എന്റെ അടുത്ത് ഞാൻ കടുത്ത് തന്നെ ഉണ്ടായില്ല. ഞാനിപ്പോ വീട്ടിലെത്തിയപ്പോഴാണ് അവര് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ പറ്റിയിട്ടുണ്ടെന്ന്. ഷീന മാർട്ടിൻ വിവരങ്ങൾ നൽകും. ഷീന, ഇതെന്താണ് സംഭവം? ശനിയാഴ്ചയാണ് പനി ബാധിച്ചതിനെ തുടർന്ന് കുട്ടിയെ ഡോക്ടറെ വീട്ടിൽ പോയി കാണിച്ച ശേഷം ഈ ഡോക്ടർ നൽകിയ പ്രിസ്ക്രിപ്ഷനുമായി ഈ ദമ്പതികൾ മാള ബ്ലോക്ക് ടൌണിൽ സഹകരണ ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ ഷോപ്പിലെത്തി മരുന്ന് വാങ്ങിക്കുന്നത്. അവിടെ നിന്ന് ഡോക്ടർ നിർദ്ദേശിച്ചത് ഈ പ്രോബയോട്ടിക്കിന് ഉള്ള മരുന്നായിരുന്നു. പക്ഷേ അതിന് പകരം മെഡിക്കൽ ഷോപ്പ് നൽകിയത് നെബുലൈസർ വഴി ഉപയോഗിക്കുന്ന ബ്യൂഡസോളിന്റെ മരുന്നായിരുന്നു എന്നുള്ളതാണ്. ഈ മരുന്ന് കണ്ടപ്പോൾ തന്നെ ഈ മനു, അതായത് പിതാവിന് സംശയമുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നും അറിയിച്ചത് മരുന്ന് വായിലൂടെ കഴിക്കാനുള്ളതാണ് എന്ന ഈ ജീവനക്കാരി ഉറപ്പിച്ചു പറഞ്ഞതായാണ് ഈ പിതാവ് ആരോപിക്കുന്നത്. അതിനുശേഷം വീട്ടിലെത്തി മരുന്ന് നൽകി ഈ കുഞ്ഞിന് മരുന്ന് നൽകിയതിനു ശേഷമാണ് ഈ കുഞ്ഞിന്റെ ആരോഗ്യനില വഷളാവുന്നത്. കുഞ്ഞ് നിർത്താതെ കരയുകയും അമിതമായി വിറയ്ക്കുന്നതും കണ്ട് പിന്നീട് തിരിച്ച് കുഞ്ഞിനെ ചികിത്സിച്ച ഡോക്ടറെ അടുത്തേക്ക് എത്തിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കുഞ്ഞിനെ ചികിത്സിച്ച ഡോക്ടറും പറഞ്ഞിട്ടുള്ളത് ഹൃദയമിടിപ്പ് വല്ലാതെ കൂടുകയും ശരീരം വിറയ്ക്കുകയുമുണ്ട്, അതുകൊണ്ട് ഈ മരുന്ന് തെറ്റിയതാകാമെന്നുള്ള നിഗമനം ഡോക്ടർ പറയുകയായിരുന്നു. അങ്ങനെ ഈ കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ഇപ്പോൾ എറണാകുളത്തെ അമൃത ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുഞ്ഞിപ്പോൾ ഈ അമൃത ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. ഈ സമയത്താണ് ഈ മരുന്ന് കൊടുത്തത് ഫാർമസിസ്റ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക്, അതായത് കുഞ്ഞിന്റെ അമ്മയ്ക്ക് ഒരു ഫോൺ വരുന്നത്. ഈ 35 ദിവസം മാത്രമാണ് ഈ കുഞ്ഞിന് പ്രായം എന്നുള്ളത്. ഫാർമസിസ്റ്റ് വിളിച്ചിട്ട് താനന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നില്ല എന്നും താനല്ല മരുന്ന് നൽകിയത് എന്നും ആണ് ഇപ്പോൾ അവരുടെ വിശദീകരണമുള്ളത്. ശരി.